ED-യെ തടയാനും ED-യുടെ വാഹനം തല്ലിപ്പൊളിക്കാനും സഖാക്കൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ട എവിടെയാണെന്നറിയോ? യഥാർത്ഥത്തിൽ നിയമപരമായി പരിശോധിച്ച് റെയ്ഡ് നടത്തുന്ന രീതിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത് AKG സെൻട്രലാണ്. കാരണം എന്താ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടറുള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. AKG സെൻട്രൽ റെയ്ഡ് നടന്നില്ല. എന്നാൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി. എന്തിനാണ് AKG സെന്ററിന്റെ പേരിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്ടറുടെ അഡ്രസ്സ് എന്തിന് AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തു എന്ന് ചോദിക്കാൻ പോലും ത്രാണിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സഖാവും ഇന്നും ആ പാർട്ടിയിലില്ല. CPM-ന്റെ ഏറ്റവും വലിയ ഗതികേടതാണ്. നിങ്ങൾ ഇതിനെ എത്രകാലം സംരക്ഷിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നോ, അത്രയും CPM-ന്റെ തകർച്ച കേരളത്തിൽ ഉണ്ടാകും. ഇത്രയും വലിയ തകർച്ച ഉണ്ടായിട്ടും ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും ED-യെ തടയാനും ED-യെ വണ്ടി തല്ലിപ്പൊളിക്കാനും നിൽക്കുന്ന സഖാക്കന്മാർ CPM-നെ കുഴിച്ചു മൂടുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ പതനമായിരിക്കും.